താരസംഘടനയായ അമ്മയും അൻസിബ ഹസനുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടെ രണ്ടു നടിമാർ തമ്മിലുള്ള വാക്പോര് സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു കുറിപ്പുമായി നടി ലക്ഷ്മിപ്രിയ എത്തിയിരുന്നു. അവനവൻ വിചാരിച്ചാൽ മാത്രം തളരുന്ന ജനുസാണ് തന്റേതെന്നും തനിക്ക് ജാതിമത ചിന്തകളില്ലെന്നും സനാതന ധർമ്മ വിശ്വാസിയാണ് താനെന്നും പറഞ്ഞ ലക്ഷ്മിപ്രിയ ഉഷ ഹസീനയ്ക്കെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു. ഉഷയുടെ വർഗീയവാദി എന്ന ആരോപണത്തിന് ഹിന്ദു എന്ന് പേരുകൊണ്ട് തോന്നിപ്പിക്കുന്ന ഉഷയും മുസ്ലിം എന്ന് തോന്നിക്കുന്ന ഹസീനയുമല്ല ലക്ഷ്മിപ്രിയയെന്നും അത് ഒരേ ഒരു ഐഡന്റിറ്റിയാണെന്നും ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. 23 വർഷമായി ഒരേ ഭർത്താവിന്റെ ഒരേ ഒരു ഭാര്യയാണ് ഞാൻ. ഹിന്ദു ഭർത്താവിന് വേണ്ടി ലക്ഷ്മിയും കാലങ്ങൾക്ക് ശേഷം മുസ്ലിം ഭർത്താവിന് വേണ്ടി സബീനയായി തുടരുകയും ചെയ്യുന്നവൾ അല്ല ലക്ഷ്മിപ്രിയ. എന്നുവെച്ചാൽ നിങ്ങളുടെ പേരിലുള്ളതുപോലെ രണ്ടു വള്ളത്തിലല്ല കാല്. ഹിന്ദു എന്ന പേരുകൊണ്ട് തോന്നിപ്പിക്കുന്ന ഉഷയും മുസ്ലിം എന്ന് തോന്നിക്കുന്ന ഹസീനയുമല്ല ലക്ഷ്മിപ്രിയ. ഒരേ ഒരു ഐഡന്റിറ്റി. സനാതന ധർമ്മ വിശ്വാസിയായ ലക്ഷ്മിപ്രിയ നിങ്ങളെപ്പോലെ ചിലർക്ക് ഉഷയും ചിലർക്ക് ഹസീനയുമല്ല. എന്റെ മതസ്വാതന്ത്ര്യം ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് ഒരു വലിയ കുറിപ്പാണ് ലക്ഷ്മിപ്രിയ പോസ്റ്റ് ചെയ്തത്. നടി ലക്ഷ്മിപ്രിയയുടെ ഈ പരാമർശങ്ങൾക്ക് രൂക്ഷ മറുപടിയുമായി നടി ഉഷ ഹസീനയും എത്തി. ഫേസ്ബുക്കിലൂടെയാണ് മറുപടി. ഭർത്താവിന്റെ മതത്തിനനുസരിച്ചാണ് ഉഷ ഹസീന പേര് മാറ്റുന്നതെന്ന് ധ്വനിപ്പിക്കുന്ന പരാമർശമാണല്ലോ ലക്ഷ്മി നടത്തിയത്. ഉഷ എന്നത് ബാലചന്ദ്രമേനോൻ ഇട്ട പേരാണെന്നും അല്ലാതെ ഹിന്ദുവിനെ വിവാഹം ചെയ്യാൻ താൻ പേര് മാറ്റിയിട്ടില്ലെന്നുമാണ് ഉഷ ഹസീന വ്യക്തമാക്കുന്നത്. ബാലചന്ദ്രമേനോൻ സാർ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന നായികമാരുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. 1988 ബാലചന്ദ്രമേനോൻ സാർ മലയാള സിനിമയിൽ എന്നെ നായികയായി പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇട്ട പേരാണ് ഉഷ. ഹസീന ഹനീഫ് എന്ന ഞാൻ അന്നു മുതൽ ഉഷ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അല്ലാതെ ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പേര് മാറ്റിയിട്ടില്ല, മതവും മാറിയിട്ടില്ല. പുനർവിവാഹം ചെയ്തപ്പോൾ ഹസീന എന്ന പേര് ചേർത്തിട്ടുമില്ല. ശരിയാണ്, ചിലർക്ക് ഞാൻ ഉഷയും ചിലർക്ക് ഞാൻ ഹസീനയുമാണ്. എൻ്റെ വീട്ടുകാരും എനിക്ക് അടുപ്പമുള്ള ചലച്ചിത്ര പ്രവർത്തകരും എൻ്റെ നാട്ടുകാരും ഇപ്പോഴും എന്നെ ഹസീന എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ഉഷ ഹസീന പറയുന്നു. ഉഷ ഹസീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അലയോ അടർക്കളത്തിലെ യോദ്ധാവേ, വലിയ ഉപദേശങ്ങളും ക്ലാസുകളുമായി ഇറങ്ങും മുൻപ് സ്വന്തം സംസാര രീതി ഒന്ന് കണ്ണാടിയിൽ നോക്കി പരിശോധിക്കുന്നത് നന്നായിരിക്കും. വിയോജിക്കുന്നവരെയെല്ലാം കണ്ടപാടെ ജിഹാദി എന്ന് വിളിച്ച് മുദ്ര കുത്താൻ താങ്കൾക്ക് കിട്ടിയ ആ ലൈസൻസ് എവിടുന്നാണെന്ന് അത്ഭുതം തോന്നുന്നു. വായ തുറന്നാൽ വർഗീയ വിഷം മാത്രം തുപ്പുന്ന താങ്കൾ മറ്റുള്ളവർക്ക് നന്മയും മര്യാദയും പഠിപ്പിക്കാൻ നടക്കുന്നത് ശരിക്കും ഒരു കോമഡി ഷോ പോലെയാണ്. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ കാട്ടുന്ന ഈ ആവേശം സ്വന്തം വാക്കുകളിലെ ആ അഹങ്കാരവും കയ്പും ഒന്ന് കുറയ്ക്കാൻ കാണിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായേനെ. അനിയന്റെ മേൽ വിഷം വാരി എറിയുന്നതിന് മുൻപ് സ്വന്തം സംസാരത്തിലെ ഈ നിലവാര തകർച്ചയെങ്കിലും ഒന്ന് ബോധ്യപ്പെട്ടാൽ നന്നായിരുന്നു. 1988 ശ്രീ ബാലചന്ദ്രമേനോൻ സാർ മലയാള സിനിമയിൽ എന്നെ നായികയായി പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇട്ട പേരാണ് ഉഷ. ഹസീന ഹനീഫ് എന്ന ഞാൻ അന്നു മുതൽ ഉഷ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ശ്രീ ബാലചന്ദ്രമേനോൻ സാർ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന നായികമാരുടെ എല്ലാ പേരുകളും മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പേരും മാറ്റിയിട്ടില്ല, മതവും മാറിയിട്ടില്ല. പുനർവിവാഹം ചെയ്തപ്പോൾ ഹസീന എന്ന പേര് ചേർത്തിട്ടുമില്ല. ശരിയാണ്, ചിലർക്ക് ഞാൻ ഉഷയും ചിലർക്ക് ഞാൻ ഹസീനയുമാണ്. എൻ്റെ വീട്ടുകാരും എനിക്ക് അടുപ്പമുള്ള ചലച്ചിത്ര പ്രവർത്തകരും എൻ്റെ നാട്ടുകാരും ഇപ്പോഴും എന്നെ ഹസീന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവുമായി വളരെ സന്തോഷത്തോടും സമാധാനത്തോടും അന്തസ്സോടെയും തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നില്ല, ചിലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സഹപ്രവർത്തകരുടെ അടുത്ത് പരാതിയുമായി കരഞ്ഞു പറഞ്ഞിട്ടില്ല. പിരിയുകയാണ്, ഇനി ഒറ്റയ്ക്കാണ് ജീവിതം എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്തരം ലീലാവിലാസങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് അറിയാമല്ലോ. വലിയ വലിയ തള്ളുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊന്നമ്മ ബാബുവിനെയും KPC ലളിതയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. യോദ്ധാവിന്റെ ഇന്നത്തെ പോസ്റ്റിന് വേണമെങ്കിൽ ഒരു ഡിഫർമേഷൻ ഫയൽ ചെയ്യാൻ സ്കോപ്പുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കെട്ടിവെക്കാൻ 1 കോടി രൂപയൊന്നുമില്ലേ. നമ്മൾ പാവപ്പെട്ടവളാണ്. രോദനം ഇനിയും തുടരുമെന്നും PR വർക്ക് ഉണ്ടാവുമെന്നും സൈബർ അറ്റാക്ക് ഉണ്ടാവുമെന്നും മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നടക്കട്ടെ. പിന്നെ നമ്മൾ ചോദിച്ച ആ ശരിയായ കണക്കിന്റെ കാര്യം മറക്കണ്ട. കള്ളക്കണക്കിന്റെ തെളിവുകൾക്ക് മുന്നിൽ പതറിയോടിയിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കയർക്കുന്ന ആ പതിവ് പരിപാടി ഇവിടെ വേണ്ട.
വ്യക്തമായ കണക്ക് പറഞ്ഞ് മറുപടി നൽകാൻ കാണിക്കാത്ത ഈ അമാന്തം താങ്കളുടെ യഥാർത്ഥ മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഓർക്കുക, ഇതുപോലെ കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അന്ന് ഓടി ഒളിക്കാൻ ഒരിടവും കാണില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മറുപടിയും തരാൻ താല്പര്യമില്ല. അത് നിങ്ങൾ അർഹിക്കുന്നുമില്ല. ഇതാണ് ഉഷ ഹസീനയുടെ മറുപടി.